ചില ആളുകൾക്ക് ഈ ഉറക്കം നഷ്ടപ്പെടുന്നത് കാണാൻ പറ്റും. എനിക്ക് തീരെ ഉറക്കമില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് പറയും. അത് ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷനാണ് ആക്ച്വലി. അത് എന്തൊക്കെ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് അതിനകത്തുള്ളത്? ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഒരുപാട് കാര്യങ്ങളിൽ രണ്ടോ മൂന്നോ കാര്യങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമ്മുടെ തോട്ട് എന്ന് പറയുന്ന ആക്ഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ അലൈൻഡ് ആവുകയോ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയോ അത് നമ്മളെ നന്നായിട്ട് എനർജൈസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിയാക്ഷൻസ് നമുക്കുണ്ടാവും. ഇപ്പം ഏത് തോട്ടാണോ നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ അതൊരു പർട്ടിക്കുലർ തോട്ടിൻ്റെ റിയാക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള തോട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അലേർട്ട്നെസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും, വളരെ കൂടുതലായിട്ട് കാണും. നെഗറ്റീവായിട്ട് ഈ ആളുകൾ എന്ത് സംസാരിച്ചാലും അതിനെ മാക്സിമം അവോയ്ഡ് ചെയ്താൽ നിങ്ങളുടെ ബോഡി മൈൻഡ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആയിട്ട് നിർത്താൻ പറ്റും. കാരണം രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് ഓട്ടോക്കാരൻ അടികൂടി എക്സ്ട്രാ കാശ് ആവശ്യപ്പെടുമ്പോൾ അയാളുടെ അടികൂടി നിന്ന് ഓഫീസിലേക്ക് കയറി പോകുന്നതിനേക്കാളും ബെറ്ററാണ് അയാൾ ചോദിച്ചേക്കാൾ 5 രൂപ കൂടുതൽ കൊടുത്തു നമ്മൾ ഒരു ഹാപ്പിനെസ് കാശ് കൊടുത്ത് മേടിച്ചിട്ട് പോകുന്നത്. കാരണം അവിടെ നമ്മുടെ തോട്ട് ഏരിയ അത് യാഥാർത്ഥ്യത്തോടു കൂടി ചെയ്യാൻ വേണം, അതിൻ്റെ ഉള്ളിൽ മറച്ചു വെക്കാൻ വേണ്ടി ചെയ്യരുത്. അപ്പം നമ്മുടെ എനർജി ഹാപ്പിനെസ് നശിപ്പിക്കാൻ സാധ്യതയുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും, സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ വരും. ഇതിൽ നിന്ന് ഓവർകം ചെയ്യലാണ് ഒരു ടൈപ്പ് ഓഫ് റെസിലിയൻസ്. അതൊരു ഒരു ലേണിംഗ് ആണത്, ഒരു റിയലൈസേഷനാണ്. ഒരുപാട് ആളുകൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാനും പ്രശ്നം ഉള്ളതിനെ കൂടുതൽ വഷളാക്കാനും സങ്കീർണമാക്കാനും നല്ല മിത്രത്തെ ശത്രുവാക്കാനും ശത്രുവിനെ രൂക്ഷമായ ശത്രുവാക്കാനും ഒക്കെ ശ്രമിക്കുന്ന മോശപ്പെട്ട ബിഹേവിയറൽ പാറ്റേണിനെ കുറിച്ച് വലിയ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത എത്രയോ സാധാരണക്കാരായ വലിയ ബിസിനസ്സുകാരാണെന്നോ വലിയ ലീഡറാണെന്നോ ഞാൻ മഹാസംഭവമാണെന്നൊക്കെ തോന്നുന്ന എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട്. അവർ ചെയ്യുന്ന ഒരുപാട് അബദ്ധങ്ങളാണ്. ചെറിയൊരു സാധാരണ ശത്രു ആവാൻ സാധ്യതയില്ലാത്ത ഒരാളെ വലിയ ശത്രുവാക്കും, മിത്രത്തെ ശത്രുവാക്കും, നല്ലൊരു മൈൽഡ് ശത്രുതേനെ ഹെവി ശത്രുതയാക്കി മാറ്റും. അങ്ങനെയുള്ള ഇഷ്ടം പോലെ കാര്യങ്ങൾ, അതായത് ഇവരുടെ വിടുവായത്തമോ പോരായ്മയായിരിക്കും ഇതിനകത്ത് കാരണം. നല്ലൊരു കമ്പനി ഇല്ലാതാക്കും, നല്ല ഒരു ഓർഗനൈസേഷനെ നശിപ്പിച്ചു കളയും, നല്ലൊരു ക്രിയേറ്റ് ചെയ്യുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി നശിപ്പിച്ചു കളയും. അപ്പം ഏതൊക്കെ ഏരിയകൾ, അപ്പോൾ ഇവരുടെ ഇതിലുള്ള പ്രശ്നം വെച്ചാൽ ഇവരുടെ തിങ്ക് അബിലിറ്റിയിലെ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള തോട്ട്സും ഓവർ തിങ്കിങ്ങുകളൊക്കെ അധികവും നെഗറ്റീവ് ഓറിയൻറ്റഡ് ആയിരിക്കും. ഇതെല്ലാം റിയാക്ഷൻ ഓറിയൻറ്റഡാണ്. നമ്മളൊരു ചെറിയ ഒരു മൈൽഡായിട്ടുള്ള ഒരു കാര്യത്തെ വളരെ വലുതായി ഊതിപ്പെരിപ്പിച്ച് കണ്ട് അതിനെ വലിയ സംഭവമാക്കി മാറ്റുന്നൊരവസ്ഥ. പിന്നെ ഏറ്റവും കൂടുതൽ മനസ്സ് ശക്തമാവേണ്ടത് വിട്ടുവീഴ്ച മനോഭാവമാണ്. ആളുകളോട് വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് എത്രത്തോളം കഴിയുന്നു അത്രത്തോളം നമ്മൾ ഗ്രോ ചെയ്യുക. ആളുകളോട് വിട്ടുവീഴ്ച ചെയ്യാതെ മസിൽ പിടിച്ച് വാശി പിടിച്ച് കാണിച്ചുകൊണ്ടിരുന്നാൽ, ഞാൻ വലിയ നെഗോഷിയേറ്ററാന്നൊക്കെ സ്വയം അങ്ങനെ ചമഞ്ഞ് ഉപ്പായിട്ട് നടന്നാൽ, വലിയ ബാർഗെയിനിങ് പവർഫുള്ളാണെന്നും ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് യുവർ ഗ്രാഫ് ഈസ് ഗോയിങ് ഡൗൺവേർഡ്. താഴോട്ടാണ് ഗ്രാഫ് ഗ്രോ ചെയ്യുന്നത്. അങ്ങനത്തെ ആളുകൾ ഇഷ്ടംപോലെ നാടുകളിൽ കാണാൻ പറ്റും. നമ്മളറിയുന്ന ഒരുപാട് ആളുകൾ വ്യവഹാരങ്ങളുമായിട്ട് കോടതികളിൽ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഉമസ്തന്മാരും മേസ്തിരിമാരും പല ആളുകളെയും കണ്ടിട്ടുണ്ട്. ഇവരൊന്നും മേലോട്ട് പോയതായിട്ട് നമ്മൾ ഒരിക്കൽ പോലും കാണാനൊരു അവസരം ഉണ്ടായില്ല, എല്ലാം താഴോട്ട് പോയി. കാരണം വെച്ചാൽ ഇവരത് വിട്ടുവീഴ്ച മനോഭാവമില്ല. ലൈഫിൽ വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്ത ഒരാൾക്ക് ഗ്രോത്തിന് സാധ്യത വളരെ കുറവാണ്. മഹാപാപങ്ങളും അതിഗംഭീരമായ ക്രിമിനൽ മൈൻഡ് സെറ്റും മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്തത് അവനവൻ്റെ സ്വാർത്ഥലാഭത്തിനായിട്ട് ചെയ്യുന്ന അത്തരം വിട്ടുവീഴ്ചകളല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരാളുമായിട്ടുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട സമയങ്ങളിലൊക്കെയുള്ള വിട്ടുവീഴ്ച, ആക്ഷനുമായി ബന്ധപ്പെട്ട്, തോട്ടുമായി ബന്ധപ്പെട്ട്, വാക്കുകളുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷനിലെല്ലാം വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് വലിയൊരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യും. കാരണം വിട്ടുവീഴ്ച ഈസ് എ റിയാക്ഷൻ. ഏതൊരു ആക്ഷനും ഒരാൾ അടിച്ച മുഖത്തിന് പകരം മറ്റേ മുഖം കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞത് ആക്ഷന് വേണ്ടിയുള്ള റിയാക്ഷനാണല്ലോ. അപ്പോൾ അതൊരു റിയാക്ഷനാണ്. ഇപ്പോൾ ട്രെയിനിൽ നിന്ന് എടുത്ത് വലിച്ച് പുറത്തെറിഞ്ഞപ്പോൾ എന്നെ നിങ്ങൾ ട്രെയിനിൽ നിന്ന് എറിഞ്ഞു, ഞാൻ നിങ്ങളുടെ രാജ്യത്ത് നിന്ന് എറിയും എന്ന് പറയുന്നത് ഒരു റിയാക്ഷനാണ് ആക്ച്വലി. അപ്പോൾ എൻ്റെ മാർക്ക് കുറഞ്ഞതിനാണ് എന്നോട് എല്ലാവരും ഇങ്ങനെ കാണിച്ചത്, എങ്ങനെയെങ്കിലും ഞാൻ മാർക്ക് കൂടി കാണിച്ചു കൊടുക്കാം എന്നുള്ളത് റിയാക്ഷനാണ്. പക്ഷേ ഇത്തരത്തിൽ നമ്മളെ തന്നെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്ത് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ സാധിക്കുന്ന ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി ഒരാൾക്കുണ്ട്.
പക്ഷെ ആ ഓപ്പർച്യൂണിറ്റിയെ തിരിച്ചറിഞ്ഞ് അതിനെ ഒരു പോസിറ്റീവ് വാശിയാക്കി നെവർ ഗിവ് അപ്പ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്താൽ, നെവർ ഗിവ് അപ്പ് എന്നുള്ള മൈൻഡ് സെറ്റ് എപ്പോഴാണ് വരുന്നത് ശരിക്ക്? അതൊക്കെ തോട്ടിൽ ആക്ഷൻ, സീരിയസ് ആക്ഷൻ തോട്ട് ആക്ഷൻ സീരിയസ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന റിയാക്ഷൻ ബേസ്ഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിയാക്ഷനുകൾ പോസിറ്റീവായി കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും. എനിക്ക് എത്രയോ ആളുകൾ കാശ് പല രംഗത്തും തരാറുണ്ട്, പല രൂപത്തിലും വാങ്ങിയിട്ട്. അവരോട് ചോദിക്കാൻ തന്നെ ഒരു പ്രാവശ്യത്തിലപ്പുറം ചോദിക്കാറില്ല, പിന്നെ അത് ചോദിക്കാൻ പറ്റില്ല. അത് വളരെ പവർഫുള്ളായിട്ട് നോക്കുകൂലി വാങ്ങിയതൊന്നുമല്ല. എന്നോട് നോക്കുകൂലി വാങ്ങിയ എത്രയോ ആളുകളുണ്ട്. എൻ്റെ കാര്യത്തിന് ഞാൻ ഇടപെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നോക്കുകൂലി വാങ്ങുന്ന ഭീകരന്മാരായിട്ടുള്ള വളരെ ക്രിമിനൽ ആളുകളുണ്ട്. അതിനേക്കാൾ അപ്പുറം ഞാൻ പറയുന്നത് വളരെ ആവശ്യത്തിനൊക്കെ ഇഷ്ടപ്പെട്ട് കേണും കഞ്ചും വന്ന് വാങ്ങിക്കൊണ്ടുപോയ കാശ് തിരിച്ചു തരാൻ പറ്റാത്ത എത്രയോ ആളുകൾ അവരോട് ഒന്നിൽ കൂടുതൽ തവണ പിന്നെ ചോദിക്കാറില്ല. കാരണം അത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് അവരെ സെറ്റ് ഫ്രീ ആക്കി നമ്മൾ മൈൻഡ് തന്നെ അവരെ മറക്കുക ചെയ്യുന്നു. അതേസമയം തിരിച്ചുകൊണ്ട് അപ്പോൾ ഇത് നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഒരു ഇത്തരത്തിൽ നോക്കുകുരി വാങ്ങുന്ന ആളുകൾ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വളരെ മോശം ആൾക്കാർ. അവർ താഴോട്ട് ഗ്രോ ചെയ്യുന്നത് ഇങ്ങനെ അവർക്ക് തന്നെ അറിയില്ല. നോക്കുകൂലി വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും ഏതിനും കമ്മീഷനും എന്തിനും ഏതിനും കാശുണ്ടാക്കുക എന്നുള്ളത്, ഇത് എങ്ങനെയൊക്കെ കാശുണ്ടാക്കുക എന്നുള്ളത്, അത് ഇത്തരത്തിലുള്ള ഒരു ടിപ്പിക്കൽ ആർത്തിയുണ്ട്. തോട്ട് ലെവലുള്ള ആക്ഷൻ ലെവലുള്ള ആക്ഷനും അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന വേർഡുകളൊക്കെ വളരെ റോങ്ങാണ്. എന്തുകൊണ്ടാണ് നാട്ടിൽ നമ്മൾ ഈ വെട്ടിപ്പലിശക്കാർക്കെതിരെ വലിയ ഒരു കമ്മിറ്റിയൊക്കെ ഫോം ചെയ്യേണ്ടി വന്നത് ഗവൺമെൻറ്? ഇതൊക്കെ ബേസിക്കലി ഈ ആക്ഷനുകളൊക്കെ ഒരു ഒരിക്കൽ കടം കൊടുത്തു പലിശ കിട്ടിയില്ല എന്നതിൻ്റെ പേരിലുള്ള ആക്ഷനും റിയാക്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന റേസ് ചെയ്യപ്പെടുന്ന ഗംഭീര ഇഷ്യൂ. ഇപ്പോൾ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്ത് പോകുന്നുണ്ടല്ലോ ആളുകൾ. അതൊരു ചാലഞ്ചിങ് ആണ്. അപ്പോൾ അവിടെ റെസിലിയൻ്റ് ആയി ഓവർകം ചെയ്ത് വരേണ്ട ഒരുപാട് ഏരിയകളുണ്ട്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള ഒരുപാട് ഇന്നർ റിയാക്ഷനുകൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്, അത് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും ഫെയിലിയർ ആയിരിക്കുന്നതിന് കാരണം ഒന്നുകിൽ വിട്ടുവീഴ്ച എന്ന് പറയുന്ന റിയാക്ഷൻ നമുക്കില്ല, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയി ഷോക്കേസ് ചെയ്യാന്നുള്ള റിയാക്ഷൻ നമ്മളില്ല, അതല്ലെങ്കിൽ ആളുകളെ പവർഫുൾ ആക്കുന്നതിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ ഉള്ള റിയാക്ഷൻ മൂഡ് നമുക്കില്ല. ഇതൊക്കെ ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത്തരത്തിലുള്ള മൈൽഡാണ് എന്ന് നമുക്ക് തോന്നുകയും പക്ഷേ സൈക്കോളജിക്കലി അല്ലെങ്കിൽ മെൻ്റലി ഉള്ള ഒരുപാട് റിയാക്ഷനുകൾ കണ്ടെത്താൻ സാധിക്കുകയൊക്കെ ചെയ്താൽ ദാറ്റ് വിൽ ഗിവ് ബിഗ്ഗസ്റ്റ് എനർജി. അത് ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാക്കുകയും നമ്മളുടെ പോരായ്മകൾ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ നമുക്ക് പവർഫുള്ളാക്കി എടുക്കാൻ സാധിക്കുകയും ചെയ്യും. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. God bless and thank you so much. Love you all.